ഹൈന്ദവ വിശ്വാസപ്രകാരം ശ്രീരാമന്റെ അനുജനായ ഭരതന്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം. സുന്ദരമായ ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലാണ്. ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ക്ഷേത്രത്തിനുള്ളിൽ മറ്റ് മഹാക്ഷേത്രങ്ങളെപ്പോലെ കൂത്തമ്പലമുണ്ട്. മധ്യ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ 4 അമ്പലങ്ങളിൽ രണ്ടാമത്തേത് ഈ ക്ഷേത്രമാണ്. രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചയ്ക്ക് മുൻപ് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിവരുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. മേടമാസത്തിൽ ഉത്രം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ 11 ദിവസത്തെ കൊടിയേറ്റ ഉത്സവവും തുലാമാസത്തിലെ തിരുവോണം നാളിലെ തൃപ്പുത്തരിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രത്യേകമായ ഒരു ദേവസ്വമാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മാണിക്യം എന്ന വിശേഷണം വിഷ്ണുവിൽ നിന്നോ ശിവനിൽ നിന്നോ വന്നതായിരിക്കാം. ജൈന സന്യാസിമാരെ മാണിക്യൻ എന്ന് ചേർത്ത് വിളിച്ചിരുന്നു. കൂടൽ എന്നത് പണ്ടുകാലത്ത് 2 നദികൾ സംഗമിച്ചിരുന്ന ഇടമായതിനാൽ വന്നതാകാം എന്ന് കരുതുന്നു. അക്കാലത്ത് ഹിന്ദു സന്യാസിമാർ കൂടിച്ചേർന്നിരുന്ന സംഗമ സ്ഥാനമായതിനാലാണ് ഇങ്ങനെ ഒരു പേര് എന്നും, അതല്ല ജൈനമതവും ഒത്തുചേർന്നിരുന്ന സ്ഥലമായതിനാലാണ് കൂടൽ എന്നും വിഭിന്ന അഭിപ്രായങ്ങളുണ്ട്. ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണു പോയപ്പോൾ ശ്രീകൃഷ്ണ ആരാധന ഏറ്റുവാങ്ങിയിരുന്ന ദാശരഥി വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുവാൻ തുടങ്ങി. താലൂക്കിലെ നാട്ടുപ്രമാണിമാരായ വാക്കയിൽ കൈമൾക്ക് സമുദ്രത്തിൽ 4 ചതുർബാഹു വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നുണ്ട് എന്ന സ്വപ്നദർശനമുണ്ടായി. പിറ്റേ ദിവസം സമുദ്രതീരത്തിൽ നിന്നും മുക്കുവന്മാർ വഴി ഈ വിഗ്രഹങ്ങൾ കൈമളുടെ അധീനതയിൽ ലഭിച്ചുവത്രേ. അദ്ദേഹം ജ്യോതിഷികളുമായി ആലോചിച്ച് ശ്രീരാമക്ഷേത്രം, ഭരതക്ഷേത്രം, ലക്ഷ്മണക്ഷേത്രം, ശത്രുഘ്നക്ഷേത്രം എന്നീ ക്രമത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു പ്രതിഷ്ഠ നടത്തി. മഹാവിഷ്ണുവിൻ്റെ അംശാവതാരവും ശ്രീരാമൻ്റെ സഹോദരനുമായ ഭരതനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഇവിടെ ഉപദേവതകളില്ല. വിഗ്രഹത്തിന് ഏകദേശം ഒരാൾ പൊക്കമുണ്ട്. ചതുർബാഹുവാണ്. കിഴക്കോട്ടാണ് ദർശനം. മേടമാസത്തിൽ ഉത്രം നാളിൽ കൊടി കയറി തിരുവോണം നാളിൽ ആറാട്ടായി ആകെ 11 ദിവസമാണ് ഇവിടത്തെ ഉത്സവം. കൊടി കയറുന്നതിന് 3 ദിവസം മുൻപേ ശുദ്ധി തുടങ്ങും. കൊടിപ്പുറത്ത് വിളക്ക് മുതൽക്കാണ് കാഴ്ച തുടങ്ങുക. നെറ്റിപ്പട്ടം അണിഞ്ഞ 17 ആനകൾ ക്ഷേത്രോത്സവത്തിന് ഉണ്ടാവാറുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ ഉത്സവം തുടങ്ങുക. കൊടിയേറ്റത്തിൻ്റെ പിറ്റേന്ന് കൊടിപ്പുറത്ത് വിളക്ക്. ഈ ചടങ്ങിലൂടെയാണ് ഭഗവാൻ ആദ്യമായി നാലമ്പലത്തിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് എഴുന്നള്ളുന്നത്. പിറ്റേന്ന് മുതൽ പള്ളിവേട്ടയുടെ തലേനാൾ വരെ വിളക്കിനെഴുന്നള്ളത്ത് എന്ന ചടങ്ങുണ്ട്. വലിയ വിളക്ക് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിളക്കിന് പറയുന്ന പേര്. കൊടിപ്പുറത്ത് വിളക്കിൻ്റെ പിറ്റേന്ന് രാവിലെ മുതൽ പള്ളിവേട്ട നാൾ പകൽ വരെ ദിവസവും ശ്രീബലി എഴുന്നള്ളിപ്പുണ്ട്. ശ്രീബലിക്കും വിളക്കിനും 17 ആനയും പഞ്ചാരി മേളവും അകമ്പടി സേവിക്കും. രാവിലെയും രാത്രിയും 9 മണി മുതൽ ഏകദേശം 3 മണിക്കൂറോളം ഈ എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും. പള്ളിവേട്ട ദിവസം രാത്രി 9 മണിയോടെ ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ കിഴക്കുഭാഗത്തുള്ള ആൽത്തറയിലാണ് പള്ളിവേട്ട നടക്കുന്നത്. ആദ്യം ഒരാന കഴുത്തിലെ മണി പോലും കിലുങ്ങി ശബ്ദമുണ്ടാക്കാതെ ആൽത്തറയിലെത്തുന്നു. ചടങ്ങ് കഴിഞ്ഞാൽ 5 ആനയുമായി പഞ്ചവാദ്യത്തോടെ തിരിച്ചെഴുന്നള്ളത്ത്. കുട്ടംകുളത്തിന് സമീപം എത്തിയാൽ വെടിക്കെട്ടും തുടർന്ന് പാണ്ടിമേളവും ഉണ്ടായിരിക്കും. പിറ്റേന്ന് പൂജ കഴിഞ്ഞ് ശ്രീഭൂതബലി കഴിഞ്ഞ് 3 ആനയുടെ അകമ്പടിയോടെ ആറാട്ടിന് യാത്രയാകുന്നു. രാത്രി 9 മണിയോടെ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം പൂർത്തിയാക്കി അകത്തേക്ക് എഴുന്നള്ളിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ: താമരമാല, മീനൂട്ട്, വഴുതനങ്ങ നിവേദ്യം, കൂത്ത്, അവിൽ നിവേദ്യം, നെയ്വിളക്ക്, വെടിവഴിപാട് എന്നിവയാണ്. അഭീഷ്ടസിദ്ധിക്കും സന്താനലബ്ധിക്കും കൂത്ത് വഴിപാട് നടത്താറുണ്ട്. ക്ഷേത്രത്തിലെ മറ്റൊരു വഴിപാടാണ് കളഭം.
ക്ഷേത്രത്തിൽ 41 ദിവസം തുടർച്ചയായി അത്താഴപൂജയ്ക്ക് തൊഴുന്നതും ശ്രേയസ്കരമാണ്. കൂട്ടുപായസം സവിശേഷമാണ്. 4 ഇടങ്ങഴി അരി കൊണ്ടുള്ള വെള്ള നിവേദ്യവും മുഖ്യമാണ്. പാൽപ്പായസം, അപ്പം, നെയ്പായസം, ത്രിമധുരം, തുലാഭാരം എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള വഴിപാടുകൾ വേറെയുണ്ട്. മീനൂട്ട്. ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ മീനൂട്ട് എന്ന വഴിപാടുള്ളൂ. ഏറ്റവും പ്രാധാന്യം തൃപ്രയാറിലാണെങ്കിലും ഇവിടെയും മീനൂട്ട് പ്രധാനപ്പെട്ട വഴിപാടാണ്. ഇവിടത്തെ മത്സ്യങ്ങൾ ദൈവാംശങ്ങളായതിനാൽ ഇവരെ തൃപ്തിപ്പെടുത്തുന്നത് ദൈവികമായ ഒരു കാര്യമാണ് എന്നാണ് വിശ്വാസം. കാര്യസാധ്യത്തിനും സന്താനലബ്ധിക്കും മീനൂട്ട് വളരെ പ്രധാനമാണ്. താമരമാല. അമ്പലവാസികൾക്ക് താമരമാലയ്ക്ക് പുത്തൻ കൊടുക്കുക എന്നത് പ്രധാനമാണ്. താമരമാല സ്വാമിക്ക് വളരെ ഇഷ്ടമാണ്. പ്രതിബന്ധമുള്ള ഏത് കാര്യവും മാലയ്ക്ക് 3 പുത്തൻ ഒഴിഞ്ഞു വെച്ചാൽ ഉദ്ദേശിച്ച കാര്യം സഫലമായി തീരും എന്നാണ് ജനങ്ങളുടെ വിശ്വാസം. വർഷകാലത്ത് അടിയന്തരങ്ങൾക്ക് മഴ പെയ്യാതിരിക്കാൻ ഈ വഴിപാട് കഴിച്ചാൽ മഴ പെയ്യില്ല എന്നും വിശ്വാസമുണ്ട്.